മോനെ ഗോകുൽ എന്ന് പറഞ്ഞാൽ ഏത് ഗോകുലെന്ന് പലർക്കും അറിയില്ലായിരിക്കും. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലിനെയാണ് ഞാൻ വിളിച്ചത്. കുറേ നാളായിട്ട് നിൻ്റെ അച്ഛൻ്റെ കുറേ പേക്കൂത്ത് വീഡിയോകൾ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലും കണ്ട് മനസ്സും അടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാലത്ത് ഞാൻ മനുഷ്യദൈവങ്ങൾ ആരാധിക്കാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു നിൻ്റെ തന്ത സുരേഷ് ഗോപി. കാരണം അദ്ദേഹം അത്രയ്ക്ക് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അങ്ങേര് ഇപ്പോൾ അതിൻ്റെ എതിർ ദിശയിലാണ് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യന് അറപ്പ്, വെറുപ്പ്, മനുഷ്യനെ തൊട്ട അയിത്തം, കൈ കഴുകൽ, സാനിറ്റൈസർ ഉപയോഗിക്കൽ. നിൻ്റെ തന്തയ്ക്ക് പ്രാന്തായടാ. നീ അയാളെ ഏതെങ്കിലും ഉളംപാറയിലാക്ക്. അവനെ നീ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇറക്കി വിട്ട് അവൻ വല്ല മനുഷ്യനെയും കഴുത്ത് ഞെരിച്ച് കൊല്ലും. അവനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും അറപ്പാണ്. നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയുടെ കൂടെ കിടക്കാനും അയാൾക്ക് അറപ്പാണോ എന്നറിയില്ല. നിൻ്റെയൊക്കെ ദേഹത്ത് തൊടാനും അവൻ അറപ്പാണോ എന്നറിയില്ല. അവനെന്തോ മുഴുത്ത മെൻ്റലാണ്. അവൻ മോദിജിയുടെ കൂടെ ചേർന്നതിന് ശേഷം അവൻ മനുഷ്യനല്ലാതായി മാറി. അവിടെ കൊണ്ടുപോയി ഹിന്ദു മതത്തെക്കുറിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് ഹിന്ദു മതത്തിൻ്റെ കൂടിയ ജാതിയാണെന്നൊക്കെ പറഞ്ഞ് താഴെക്കിടയിലുള്ള ആരെയും തുടരുത്, സംസാരിക്കരുത്, ഉണ്ണരുത്, ഉടുക്കരുതെന്നൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ അജണ്ട മുഴുവൻ നിൻ്റെ അച്ഛൻ്റെ തലയിൽ കയറി. എന്നാൽ നരേന്ദ്രമോദി ഇതൊന്നും കാണിക്കുന്നില്ലല്ലോ. നിൻ്റെ അച്ഛൻ മാത്രമല്ലേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. BJP-യുള്ള വേറെ ആരും കാണിക്കുന്നില്ല. ഇയാൾക്ക് മാത്രം എന്താണ് ഇത്രയും പേക്കൂത്ത് കോലമെന്ന് എനിക്കറിയില്ല. ഇയാൾ സാധാരണക്കാരായ ഞങ്ങൾ കൂലിവേല ചെയ്ത പൈസ കൊണ്ട് സിനിമാ നടനായി തന്നെയാണ് ഇത്രയും വലുതായ. ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ട പൈസ തന്നെയാണ് അവിടെ തിയേറ്ററിൽ കൊണ്ട് ടിക്കറ്റ് എടുക്കാനും കൊടുത്തത്. നിൻ്റെ അച്ഛൻ ഒരു സദ്യയിൽ ഉണ്ണാൻ നേരത്ത് പപ്പടം കൊടുത്ത ഒരു മനുഷ്യൻ്റെ കൈതൊട്ട ഭാഗം ഒടിച്ചു മാറ്റി വേസ്റ്റിൽ കൂടെ വെച്ചു. കൈ കൊണ്ട് വിളമ്പിയ പഴം അവിടെ ഇരിപ്പുണ്ടല്ലോ. അതെന്താ അവൻ കഴിച്ചത്? കൈ കൊണ്ട് വിളമ്പിയ സാധനങ്ങളല്ലേ അവിടെ ഇരിക്കുന്നത്. അതിൽ അവിയലിലെല്ലാം അരപ്പ് അവർ കൈകൊണ്ട് തന്നെ ആയിരിക്കും വിരകിയത്. കൈ തൊടാത്ത ഒരാഹാരം അവിടെ ഇല്ല. നിൻ്റെ അച്ഛൻ ഇതൊന്നും കഴിക്കാതെ വല്ല പശുവിൻ്റെ മൂത്രമോ വല്ല കോമാളിയോ പശുവിൻ്റെ ചാണകമോ വാരത്തുനിന്ന് ജീവിക്കാൻ പറയടാ. എന്നിട്ട് പശുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കാൻ പറ. മോദീനെയും പശുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കാൻ പറ. എന്താണ് ഇയാൾ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇയാളൊരു സിനിമാ നടനെന്ന് പറയാനും ഞങ്ങൾക്ക് ഇപ്പം അപമാനമാണ്. ഇയാളൊരു കേരളത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണെന്ന് പറയാൻ തന്നെ എന്ത് കേന്ദ്രമന്ത്രി, ഒലത്തിയ കേന്ദ്രമന്ത്രി. പെട്ടിയിലാവാൻ നേരമായപ്പോൾ അവൻ്റെ ഒരു അയിത്തം. ഇവൻ സ്വർഗത്തിൽ പോവും. ഇവൻ നേരത്തെ ആണെങ്കിൽ സ്വർഗത്തിൽ പോകുമായിരുന്നു. ഇനി ഇവനെ നരകത്തിൽ പോലും എടുക്കൂല. നിൻ്റെ തന്തയെ നരകത്തിൽ പോലും എടുക്കൂല. ഞാൻ പാതിരാത്രി ഉറങ്ങാൻ നേരത്തിരുന്ന് ഒരു സന്തോഷത്തിന് വേണ്ടി കുറേ വീഡിയോകൾ കണ്ടിട്ടിരുന്ന് ഉറങ്ങും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു 12 മണിക്ക് കണ്ട് സഖി കെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. എനിക്ക് അപ്പം തന്നെ സ്പോട്ടിൽ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. കുറേ നാളെ വേണ്ട നിൻ്റെ അച്ഛനെതിരെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ നിൻ്റെ അച്ഛനെ ഒരു കത്തയച്ചതിൻ്റെ വിഷയത്തിൽ. അതൊന്നും നിങ്ങൾ കാണാൻ സാധ്യതയില്ല. എന്നാലും ഇത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. നിൻ്റെ തന്തയ്ക്ക് മുഴുത്ത വട്ടാണ്. ഊളംപാറയിൽ കട്ടിലൊഴിവുണ്ടെങ്കിൽ എത്രയും വേഗം, ചിലപ്പോൾ ഊളംപാറയിൽ പോലും ചികിത്സിച്ചാൽ തീരാത്ത അസുഖമാണ് നിൻ്റെ അച്ഛന്. പാവ രാധിക ചേച്ചി. ഇത്രയും കാലം വിചാരിച്ചത് ആ ചേച്ചിക്ക് കിട്ടാവുന്നുള്ള ഏറ്റവും നല്ല ഭർത്താവാണ് നിൻ്റെ തന്തയെന്നാണ് വിചാരിച്ചത്. ഇപ്പം തോന്നുന്നു ആ ചേച്ചി എങ്ങനെ ഈ ചതിയിൽ പെട്ടുവെന്ന്. ഒരു നല്ലൊരു ചേച്ചി. ഈ പ്രാന്തനെ എങ്ങനെ അവർ സഹിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിൻ്റെ തന്തയെ എത്രയും വേഗം കൊണ്ടുപോയി ഉളംപാറയിലോ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കുക. അല്ലെങ്കിൽ അയാൾ പ്രാന്ത് മൂത്ത് അയാൾ ചത്തുപോകും. അതിൻ്റെ മോദിയുടെ കാല് കഴുകി കുടിക്കാൻ പറ അയാളോട്. ആളുകളുണ്ടാക്കണ ആഹാരമൊന്നും കഴിക്കേണ്ട, ആളിരിക്കണ കസേരയിൽ ഇരിക്കേണ്ട. മോദി ഇരുന്ന് ഗ്യാസ് വിട്ട കസേരമല്ല അവിടെ ബാക്കി കാണും. അല്ലെങ്കിൽ മൂട് കീറിയ കസേരമെല്ലാം കാണും. അവൻ്റെ അടുത്ത് അതിൽ പോയി ഇരിക്കാൻ പറ. അല്ലെങ്കിൽ അയാളെ മടി കയറി ഇരിക്കാൻ പറ. ഭ്രാന്തായി. മനുഷ്യൻ ഇങ്ങനെയും ഭ്രാന്ത് പിടിക്കൂടാ. പരനാറി.